ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് 2 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള വാട്ടർമെലൺ സ്മൂത്തീസാണ്. തർബൂജ് സ്മൂത്തീസ്. ഇപ്പോൾ വാട്ടർമെലൺ ഇഷ്ടംപോലെ കിട്ടാനുള്ള സമയമാണ്. അപ്പോൾ അവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ വാട്ടർമെലൺ വൃത്തിയായി കഴുകിയെടുത്ത് അത് കട്ടാക്കി എടുക്കണം. അതിൻ്റെ ഉൾഭാഗം മാത്രം, ചുവപ്പ് നിറത്തിലുള്ള ആ ഭാഗം മാത്രമേ നമ്മളിവിടെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇങ്ങനെ കട്ട് ചെയ്ത വാട്ടർമെലൻ്റെ കഷ്ണങ്ങളിലുള്ള കുരുക്കൾ നമ്മൾ നീക്കിയെടുക്കണം. എന്നാൽ സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ ഈ കുരുക്കൾ ഉണ്ടായാൽ അത് പ്രത്യേകമായിട്ട് ഇങ്ങനെ കടിക്കും. അതത്ര ജ്യൂസ് കുടിക്കുമ്പോൾ നമുക്ക് നല്ലതല്ല. അപ്പോൾ കുരുക്കളെല്ലാം നീക്കം ചെയ്ത് ഈ വാട്ടർമെലൺ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഫ്രീസ് ചെയ്തെടുക്കാം. അതുകൂടാതെ ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മുന്തിരിയും ക്രഷ് ചെയ്ത് ചേർക്കുന്നുണ്ട്. അത് കുറച്ച് സമയം അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തു. ഇനി നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ ഒരു മിക്സിയിലേക്ക് ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. ഷുഗർ വേണ്ടാത്തവർക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത വാട്ടർമെലൺ ചേർത്തു. അതുപോലെ തന്നെ ഒരു 3-4 പുതിന ഇലയും കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്ടർമെലൺ സ്മൂത്തി, ഒരു തരത്തിലുള്ള വാട്ടർമെലൺ സ്മൂത്തി ഇവിടെ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞു. അത് പുതിന ഇല കൊണ്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ടൈപ്പിലുള്ള സ്മൂത്തി, വാട്ടർമെലൺ സ്മൂത്തി ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഒരു ജാറിലേക്ക് അരിഞ്ഞെടുത്ത വാട്ടർമെലൻ്റെ പീസസ് ചേർത്ത് കൊടുക്കുന്നു. ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു സ്മൂത്തിയാണിത്. അതുപോലെ 2-3 പുതിനയുടെ ഇല ചേർത്ത് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ വാട്ടർമെലൺ സ്മൂത്തിയും ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.